പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ബൈബിളിൽ നമ്മൾ കാണുന്ന പൂർവ്വപിതാക്കന്മാരിലൊരാളാണ് ജോസഫ്. തൻ്റെ ബാല്യം മുതൽ തൻ്റെ യൗവനം വരെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെട്ട മനുഷ്യനായിരുന്നു. സ്വന്തം സഹോദരങ്ങളാൽ വില പറഞ്ഞ് വിൽക്കപ്പെട്ടവൻ, പൊത്തിഫറിന്റെ ഭാര്യയുടെ കെണിയിൽപ്പെടാതെ ജീവിതത്തെ രക്ഷിക്കാൻ തുനിഞ്ഞപ്പോൾ ജയിലറയിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ. പിന്നീട് അതേ സഹോദരന്മാർ തന്നെ ക്ഷാമകാലത്ത് അവനെ തേടി വരുമ്പോൾ അവനവരെ തിരിച്ചറിയുന്നുണ്ട്. അവർ ചെയ്ത അരുതായ്മകളൊന്നും അവൻ മനസ്സിലേക്ക് ഓർമ്മിച്ചു വെച്ചതേയില്ല. കണ്ണുനീരിൻ്റെ അകമ്പിടിയോടുകൂടെ അവനവരെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തൻ്റെ സഹോദരന്മാരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജോസഫ് എന്ന പൂർവ്വപിതാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അവനെല്ലാം മറക്കാൻ തയ്യാറായിരുന്നു. തനിക്കുണ്ടായിരുന്ന കുഞ്ഞിന് അവൻ ആദ്യമായിട്ട് പേര് കൊടുത്തു, മനാസെ, എല്ലാം മറക്കണം. അതായിരുന്നു ആ പേരിൻ്റെ അർത്ഥം. അപ്പൊ ദൈവത്തിൻ്റെ നേർക്കാഴ്ചയ്ക്ക് വിധേയപ്പെടുന്ന മനുഷ്യർ എല്ലായ്പ്പോഴും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മറക്കാൻ കഴിയണം. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന കണ്ണുനീര് ഒരുപക്ഷെ നിങ്ങളെ രൂപപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ ദൈവം അവരുടെ കരങ്ങളിൽ വെച്ചു കൊടുത്തതായിരിക്കാം. ദാവീദ് നടന്നു പോകുമ്പോൾ ഷിമായി പറയുന്നില്ലേ, തെറി പറഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ വരുമ്പോൾ ദാവീദ് ചോദിക്കുന്നൊരു വാക്കുണ്ട്, ദൈവമാണ് അവൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തതെങ്കിൽ തടയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? രൂപപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ചിലപ്പോൾ നമ്മളെ ചില കണ്ണുനീരിൻ്റെ വഴികളിലൂടെ കൂട്ടിക്കൊണ്ടു പോയേക്കാം. അതൊന്നും ജീവിതത്തിൻ്റെ ആഴപ്പെട്ട നൊമ്പരമാക്കി മാറ്റാതെ മറക്കാൻ കഴിയണം. മനാസെ, എല്ലാം മറക്കണം. ദൈവം നിങ്ങൾക്ക് മറക്കുവാനുള്ള കഴിവും കരുത്തും നൽകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.